എല്ലാ മറുനാടൻ സ്പെഷ്യൽ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്റർവ്യൂ റൂമിലേക്ക്. ഇന്ന് ഇന്റർവ്യൂ റൂമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഗോപാൽ കൃഷ്ണൻ IPS ആണ്. ഏജ് റിട്ടയർഡ് സർ. നമസ്കാരം. വന്ദേ മാതരം. നമസ്കാരം സർ. പോസ്റ്റ് സിന്ധു, അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോക രാഷ്ട്രങ്ങളുടെ നിലപാടുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ടാവും. അതേക്കാൾ ഏറ്റവും പ്രധാനമായി എനിക്ക് ആദ്യത്തെ എൻ്റെ ചോദ്യം, നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ടർക്കി, ചൈന, പാകിസ്ഥാൻ കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഈ ഒരു അവസരത്തിൽ ഈ രാഷ്ട്രങ്ങൾ ഇനിയുള്ള അടുത്ത ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഇതിനോട് എങ്ങനെയായിരിക്കും ഒരുങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇനി രാഷ്ട്രങ്ങളുള്ള നിലപാട് എന്തായിരിക്കും? ഈ പാകിസ്ഥാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലേ, പാകിസ്ഥാൻ ഈസ് ബാറ്റേഡ്, കംപ്ലീറ്റ്ലി ബാറ്റേഡ്. അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവർ ഈ ചൈനക്കാരാണല്ലോ അവർ അഡ്വൈസ് ചെയ്യുന്നത്. അവരുടെ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനും അവരുടെ ഇൻ്റലിജൻസും അതൊക്കെ വെച്ചിട്ട് ഈ പാകിസ്ഥാൻകാരെ അഡ്വൈസ് അല്ല. പാകിസ്ഥാൻ ഇതൊന്നും എടുക്കാനായിട്ട് ഈ മറ്റേ ഫ്ലോർ ലെവലിൽ ചാരന്മാർ ഉള്ള ഇൻഫർമേഷൻ അല്ലാതെ ഈ സ്ട്രാറ്റജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ എടുക്കണമെങ്കിൽ സാറ്റലൈറ്റും മറ്റേ വേറെ പല ഇതുമുണ്ട്. അപ്പോൾ ചൈനയുടെ MSS വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇവന്മാർ ചൈനയും ഈ പാകിസ്ഥാൻ, ഈവൻ USA, ഞാൻ അങ്ങനെ പറയും, USA പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തത്. ഭയങ്കരമായിട്ട് അടിച്ചളഞ്ഞു. അപ്പം അവരുടെ എല്ലാ സിസ്റ്റവും ബാറ്റേഡായി, ഫെയിലായി. PL-15 മിസൈലൊന്നും ഒന്നും വർക്ക് ചെയ്തില്ല. ഇപ്പം പാകിസ്ഥാൻ്റെ ചൈനയെ പബ്ലിക്കായിട്ട് ഇപ്പം നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിൽ സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന ചൈനയെ സ്ട്രിപ്പ് ചെയ്ത് ചൈന അവിടെ നിൽക്കുകയാണ്. അതേപോലത്തെ ഗതിയായിപ്പോയി ചൈനയ്ക്ക്. പാകിസ്ഥാൻ്റെ പോട്ടെ, വെളിയിലുള്ള എല്ലാവർക്കും അറിയാം ചൈനയുടെ സിസ്റ്റത്തിലാണ് പാകിസ്ഥാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചൈനയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചൈനയുടെ സാധനങ്ങൾ ആര് വാങ്ങിക്കും എന്നുള്ളതാണ്. ദേ കനോട്ട് സെൽ ദെയർ പ്രോഡക്ട്സ്. ആരും വാങ്ങിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇത് വേൾഡ് വാച്ച് ചെയ്യണം. നമ്മൾ ഇന്ത്യ അങ്ങ് പൊക്കയല്ല, ഫ്ലോണ്ട് ചെയ്യല്ല, സത്യമാണ്. ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രകടനവും പിന്നെ നമ്മുടെ ആ ഇൻ്റലിജൻസ് പിന്നെ വാർ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസും അതിനെ കൗണ്ടർ ചെയ്തതും മറ്റേ ആ മിസൈൽ സിസ്റ്റത്തെ ഡീആക്ടിവേറ്റ് ചെയ്തതും പിന്നെ മറ്റേ ചഗായ് ഹിൽസിലും അവിടെ ഇവിടെയൊക്കെ പോയി റെഡിയാക്കിയതും അതൊക്കെ വേൾഡ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളെല്ലാവരും ഇസ്രായേലിനെ, അമേരിക്ക പോലെ ഇസ്രായേലിനെ കണ്ടു പഠിക്കുമല്ലോ പല കാര്യങ്ങളിൽ. ഇപ്പോൾ ഓരോ വാർ കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ ലോകത്തിന് പഠിക്കാൻ പലതും കാണും. ഇപ്പോൾ ഇറാൻ അവരുടെ ഓരോ ഓപ്പറേഷനും, എൻഡബേ ഓപ്പറേഷൻ തൊട്ട് പിന്നെ ഇറാനിലെ മറ്റേ ന്യൂക്ലിയർ മറ്റേ ഇത് കയറ്റിവിട്ട് സ്റ്റക്സ് നെസ്റ്റ് കയറ്റിവിട്ട്, വൈറസ് മാൽവെയർ കയറ്റിവിട്ട് അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിനെ നശിപ്പിച്ചത്, അത് ഓരോ ഓപ്പറേഷൻസാണ്. അപ്പോൾ ഈ വേൾഡ് ഇങ്ങനെ സ്റ്റണ്ടായി നിൽക്കുകയാണ്. US പോലും പിടിയില്ല, റഷ്യ പോലും. ദാറ്റ് ഈസ് ദ ഇസ്രായേലി ടച്ച്. ഇറ്റ്സ് ഇസ്രായേലി ക്ലാസ്. ആ ലെവലിൽ ഇന്ത്യ വന്നിരിക്കുകയാണ് ആദ്യമായിട്ട്. ഇസ്രായേൽ പോലും രഹസ്യമായിട്ട് പിന്നെ വന്ന് ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അണ്ണാ നിങ്ങളിതെങ്ങനെ ഇതെല്ലാം ഒപ്പിച്ചത്, ഇതെന്തോന്ന് ഞങ്ങൾ പോലും അന്തമിട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇന്ത്യ. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി പാകിസ്ഥാൻ ആൻഡ് ചൈന ഡിവാസ്റ്റേറ്റഡ്, പൾവറൈസ്ഡ്, പ്യൂമൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചെയ്യാനുള്ളത് നല്ലവണ്ണം ചെയ്തു. അവർ ആകെ തകർന്നിരിക്കുകയാണ്. പക്ഷേ ദേ ആർ നോട്ട് റെഡി ടു സറണ്ടർ. പാകിസ്ഥാൻ പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും അവർ റീഗ്രൂപ്പ് ചെയ്തിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ അങ്ങനെ ഒരു വേർഡ് അവർ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പോസ്റ്റ് സിന്ധൂർ കഴിഞ്ഞിട്ട് ചൈന പാകിസ്ഥാനും ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഈസ് എ ക്വിൻറ്റസെൻഷ്യൽ എനിമി, നോട്ട് അഡ്വേഴ്സറി, എനിമി ഓഫ് വി ടു നേഷൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന്
ഈ ചൈന പിന്നെ ഏറ്റവും നല്ല സാധനമെന്ന് അവർ പറയുന്നത്. ഇപ്പം അതിൻ്റെയും ക്വാളിറ്റി എല്ലാം പോക്കാണ്. ഇവർക്ക് കൊടുത്ത സാധനങ്ങൾ കുറച്ച് ഇൻഫീരിയർ ആയിരുന്നു. പക്ഷേ ഇത് ഇന്ത്യക്കാർക്ക് ഇത് എഗൻസ്റ്റായിട്ട് ഇതൊക്കെ മതി എന്ന് ചൈനക്കാരങ്ങ് ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, നമ്മളെ ഇന്ത്യക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പം അതെല്ലാം പോയി. ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കണം. അതാണ് ഞാൻ നേരത്തെ 1-2 എപ്പിസോഡിൽ പറഞ്ഞത്. ഒരു 6 months to 1 year വി ക്യാൻ എക്സ്പെക്റ്റ് അനദർ വാർ. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കും അവർ. അപ്പം ഈ പാകിസ്ഥാനും ഈ പാകിസ്ഥാന് പിന്നെ നാണമില്ല. പിന്നെ ഈ മൗലവി വന്ന ശേഷം ഇവൻ ചാകുന്നവരെ നമുക്ക് ഇന്ത്യക്ക് തലവേദനയാണ്. നമുക്ക് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റിനെ കൊണ്ടൊന്നും ഒരു ശല്യമില്ല. ഇവന്മാരാണ് ഈ ആർമി, പാകിസ്ഥാൻ ആർമി. അവന്മാർ പൈസ അപ്പുറത്തുനിന്ന് വാങ്ങിക്കും, ഇപ്പുറത്തുനിന്ന് വാങ്ങിക്കും. അത് കുറേ ഇവരെടുക്കും, കുറേ അങ്ങ് കൊണ്ട് ഇംഗ്ലണ്ട് US ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഇന്ത്യയെ തുലയ്ക്കാനായിട്ട് നേരിട്ടുള്ളതല്ല, ഈ വളഞ്ഞ വഴിയിൽ കൂടെ അൺഎത്തിക്കൽ പ്രാക്ടീസിൽ കൂടെ ഇന്ത്യക്കാരെ ഉപദ്രവിക്കാനുള്ള അതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സാണ് ഈ ISIയും പാകിസ്ഥാൻ ആർമിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഹെഡായിരുന്നവനും കൂടെയാണ് ഇപ്പോഴത്തെ ഈ ഫീൽഡ് മാർഷൽ. അപ്പം അവർ ഇപ്പം പാകിസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ ഗതികേടെന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും നാളും അവർ മാത്രമല്ല, ഈവൻ USA വെസ്റ്റും ദ ഫസ്റ്റ് വേൾഡ് ഓഫ് വെസ്റ്റേൺ കൺട്രീസ് അവരും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇന്ത്യ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ഇന്ത്യ നന്നാവണം ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഇവരിങ്ങനെ പ്രചരിപ്പിച്ച് പിന്നെ പാകിസ്ഥാൻ്റെ അതുണ്ട് ഇതുണ്ട് മറ്റുണ്ട് ഇതെല്ലാം കള്ളമായിരുന്നു എന്ന് നമ്മുടെ ഈ വാറോടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാം ഡീആക്ടിവേറ്റ് ആയിപ്പോയി. അവർക്കൊരു ഇപ്പം ഇന്ന് ഇന്ത്യ കയറി അടിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് പോലും ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി. നേരത്തെ അങ്ങനെയാണ്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ 4 ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ടായിരുന്നു. 2 നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത്. പറയുന്നത് 100 വർഷത്തേക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ലെന്നാണ്. ഉദാഹരണം ചഗായ് ഹിൽസിലും കിനാരി ഹിൽസിലും അങ്ങോട്ട് പോകാനേ പറ്റില്ല. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലാതെ ഡർട്ടി ബോംബ്സോ മറ്റായിരുന്നു. ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. വീണ്ടും ഞാൻ റീട്രേറ്റ് ചെയ്യുന്നു, അവർക്കില്ല. അതിന് പകരം ഇവർ ഈ അസംബിൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. ഡർട്ടി ബോംബ്സിൻ്റെ മറ്റായിരിക്കണം. പിന്നെ ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ ഇവന്മാർ ഞങ്ങളിപ്പം 300 എണ്ണം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഉടനെ പിന്നെ സ്വീഡനിലും അമേരിക്കയുടെയൊക്കെ സ്ട്രാറ്റജിക് സ്റ്റഡി സെൻ്റർ ഉണ്ട്. അവർ ശരിയാണ്, അവർക്ക് 300 എണ്ണം ഉണ്ട്. ഇത് ഇവന്മാർ ഒരു ഈ ഗീബൽസിൻ്റെ തിയറി പോലെ പച്ച കള്ളമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ത്യക്കാർ വരട്ടാനാണ്. ഇന്ത്യക്കാർ കുറേ നാളത് വിശ്വസിച്ചു. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലായി ഇത് മൊത്തം കള്ളമാണ്. ഈ ന്യൂക്ലിയർ ബോംബെന്ന് പറയപ്പെടുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു 50 മറ്റോ അതിൻ്റെ ഡിറ്റോണേറ്റേഴ്സ് ഇല്ല അവരുടെ കയ്യിൽ. അതെവിടെ പോയെന്ന് ഞാൻ ഇങ്ങനെ പല സ്ഥലത്തുമൊക്കെ തിരക്കിയപ്പം ഈ ഡെറ്റനേഴ്സ് റോത്ത് ചൈൽഡ്സ് എന്ന് പറഞ്ഞ ജൂത ഭീമനുണ്ട്. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ അവർ വലിയ ഫൈനാൻസ് ഭീമന്മാരാണ്, സാമ്പത്തിക ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന് പണയം വെച്ചിരിക്കും അമേരിക്കയുടെ അറിവോടെ. അപ്പോൾ ഈ ഡിറ്റോണേഴ്സ് അവരും ഉണ്ട്. ഈ ഡിറ്റോണേഴ്സ് അവരുടെ കയ്യിലും മറ്റേ പകുതി ഇവിടെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കാർ തട്ടിയത്. അതാണ് നമ്മുടെ ആ ബ്യൂട്ടി. നമ്മുടെ ഇൻ്റലിജൻസ് വളരെ കറക്റ്റാണ്. ന്യൂമാനിൽ ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. ഇപ്പം നമ്മളിത് സംസാരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഒരു 10 ദിവസമേ ഉള്ളൂ ഇവരുടെ ഒന്നും ഇല്ലയെന്ന്. ഈ നമ്മുടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസി നമ്മുടെ ആംഡ് ഫോഴ്സൊക്കെ ഇത് നേരത്തെ മനസ്സിലാക്കി തന്നെയാണ് അവന്മാർക്ക് പണി കൊടുത്തത്. അപ്പം പാകിസ്ഥാൻ ഈസ് ടോട്ടലി ഇൻ ഡിസറേ. അവർക്ക് എണീറ്റൊന്ന് പിന്നെ കൈപൊക്കി വെള്ളം വാങ്ങിച്ച് കുടിക്കാനുള്ള കപ്പാസിറ്റി പോലും പാകിസ്ഥാൻ ആംഡ് ഫോഴ്സിന് ഇപ്പോൾ ഇല്ല. അവിടെ വലിയ മ്യൂട്ടിനി നടക്കാനകത്ത് ഒരുപാട് പേര് ലീവൊക്കെ എടുത്ത് പോവുകയും വോളണ്ടറി റിട്ടയർമെൻ്റൊക്കെ എടുത്ത് പോവുകയും പിന്നെ വേറെ പല വിഷയങ്ങളാണ് അവിടെ. അപ്പം ചൈന ഇത് നോക്കിയിട്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ. എന്നും ചൈനയുടെ പ്രോക്സിയാണ്. ഈ ചൈന നേരിട്ട് ആരെയും അടിക്കില്ല. പിന്നെ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ചൈന നേരിട്ട് മുട്ടിയത് വിയറ്റ്നാമിൻ്റെ കൂടെ റഷ്യയുടെ കൂടെ ആയിരുന്നു. രണ്ടിലും തോറ്റുപോയി. റഷ്യയുടെ കൂടെ
70s മറ്റോ ചെയ്തു, വിയറ്റ്നാമിൻ്റെ കൂടെയും 70s, രണ്ടിലും ചൈന തോറ്റുപോയി. അപ്പോൾ നേരിട്ട് അവർ ചെയ്യില്ല. അതിന് പകരം അവർ ഈ ഗുണ്ടകളെ വെച്ചിട്ടുണ്ട്. അതിലൊരു ഗുണ്ടയാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ വിട്ടാൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ഇപ്പോൾ പാകിസ്ഥാനെ ആം ചെയ്യാൻ നോക്കുകയാണ്. ഇനിയിപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ വാർ സിനാറിയോ, വേൾഡിലെ ഇൻ്റർനാഷണൽ വാർ സിനാറിയോ നോക്കുമ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. നേരിട്ട് രാജ്യങ്ങൾ തമ്മിൽ അടിക്കില്ല. അതിന് പകരം ഉക്രൈനിൽ നമ്മളത് കണ്ടു. ഉക്രൈനിൽ ഈ ബ്രിട്ടീഷുകാർ, നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാരും ഈ ജർമ്മൻസും വേഷം മാറി ഉക്രൈൻ യൂണിഫോം ഇട്ടിട്ട് അവന്മാരാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്രയും വലിയ നാശം ഉണ്ടായത്. അല്ല, ഉക്രൈൻകാർ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഈ പാകിസ്ഥാനകത്ത് അമേരിക്കൻസ് ഉണ്ടായിരുന്നു. ഈ F-16 കൂടെ എല്ലാം ടെക്നീഷ്യൻസാണ്. പിന്നെ ന്യൂക്ലിയർ സൈറ്റ്സിന് ഗാർഡ് ചെയ്യാൻ ടെക്നീഷ്യൻസ് ഉണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, കുറച്ച് നാളായി. ഒബാമയുടെ ഭരണകാലത്ത് തുടങ്ങിയതാണ്. ഇവന്മാർ എടുത്ത് ഇയാൾക്ക് കൊടുത്തുകളയോ, നമ്മുടെ ഒസാമ ബിൻ ലാദൻ. ഈ ISIയും പാകിസ്ഥാൻ ആർമിക്കും ലോകത്തിലെ ഏതൊക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. അമേരിക്കയ്ക്ക് സംശയമാണ്. അമേരിക്കയ്ക്ക് അറിയാം ഇവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഒക്കില്ല, അവർ സഹായിക്കുന്നു, അതൊക്കെ ശരിയാണ്. അത് ഈ പേടി കൊണ്ടാണ്. ഇവന്മാർ ഈ സാധനം ഡർട്ടി ബോംബോ മറ്റോ ഈ ടെററിസ്റ്റുകൾക്ക് കൊടുത്ത് അമേരിക്കയ്ക്ക് പണിയാവും. അപ്പം അങ്ങനെയുള്ള സംഗതികൾ ഈ പാകിസ്ഥാനിൽ ഉണ്ട്. അപ്പം ഈ പാകിസ്ഥാൻ, അപ്പം ഈ പ്രോക്സിയുടെ കാര്യം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ചൈനീസ് എൻജിനീയേഴ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ടീം ഓഫ് ചൈനീസ് എൻജിനീയേഴ്സ് സ്കർദു എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ, എന്തിനാണ് അവിടെ വന്നതെന്ന് നമുക്കറിഞ്ഞൂടാ, പക്ഷെ നമ്മുടെ ഫോഴ്സസിന് അറിയാമായിരിക്കും. അവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ട് സ്കർദുവിൽ. ബംഗ്ലാദേശിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ചൈനീസ് എൻജിനീയേഴ്സ് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു 2 ആഴ്ചക്കകത്ത്. എന്തെന്നാണെന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ ഇയാൾ പാക്ക് ചെയ്ത് ഇങ്ങനെ ജെറ്റ് അരപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മറ്റേ അപ്പൂപ്പൻ. അപ്പം അവിടെ അയാൾക്ക് ഇട്ടിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഇത് അപ്പൂപ്പൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചൈനയെ അങ്ങ് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമുക്ക് തർക്ക വിഷയമായിട്ടുള്ള സ്ഥലത്തെല്ലാം ഈ ചൈനീസ് പ്രസൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചൈനീസ് സോൾജേഴ്സിനും അവർക്കുമൊക്കെ നാശം ഉണ്ടാവും. അത് പാകിസ്ഥാൻ്റെ ഒരു ഐഡിയയാണ്. അപ്പം ഈ ചൈനക്കാർ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഈ പ്രോക്സി വാർ ഇന്ത്യക്കെതിരായിട്ട് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ അടുത്ത അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ PL-15 എന്ന് പറയുന്ന വലിയ ഭയങ്കര മിസൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് പരാജയപ്പിക്കുക. അവരുടെ ലേറ്റസ്റ്റ് സാധനമുണ്ട്, ചൈനയുടെ കയ്യിലുണ്ട്, അത് കൊടുക്കാൻ പോവുകയാണ്. എല്ലാം ലേറ്റസ്റ്റ്. പിന്നെ പാകിസ്ഥാൻകാർ ഭയങ്കര പരാതി പറഞ്ഞെന്നാണ് പറയുന്നത്, എല്ലാം ആക്രി സാധനങ്ങളാണ് നിങ്ങൾ തന്നത്, അങ്ങനെ ഇത് വെച്ചുകൊണ്ട് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ഒരു വലിയ ത്രെട്ട് ഇന്ത്യക്ക് ചൈനയുടെ നിന്ന് വരുന്നു. ഇപ്പം ചൈന ഇപ്പം പാകിസ്ഥാനെ പോലെ നമുക്ക് വലിയൊരു ത്രെട്ടായി വരികയാണ്. ഇനി വരുന്ന ഒരു ത്രെട്ടെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇല്ല. ഇഫ് യു ഹാവ് ന്യൂക്ലിയർ സബ്മറൈൻ ദെൻ ഓൺലി യു വിൽ ഹാവ് ദ കേപ്പബിലിറ്റി ടു സ്ട്രൈക്ക് അഗെയിൻ, അല്ല സ്ട്രൈക്ക് സെക്കൻഡ്. ആദ്യം ചിലപ്പോൾ 1-2 സിറ്റി പോയാലും ഈ ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ടെങ്കിൽ അടിക്കാം ഈസി ആയിട്ട്. അത് ലോകത്ത് 5 രാഷ്ട്രങ്ങൾക്ക് 6 രാഷ്ട്രങ്ങൾക്കേ ഉള്ളൂ സെക്കൻഡ് കേപ്പബിലിറ്റി, സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. അത് പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇവന്മാർ എന്നാണ് ഡിക്ലെയർ ചെയ്യുന്നില്ല. ചൈനീസ് ന്യൂക്ലിയർ സബ്മറൈൻസ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവന്മാർ അൽ പാകിസ്ഥാൻ എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതി ഇവന്മാർ 2 ന്യൂക്ലിയർ സബ്മറൈനോ 3 ന്യൂക്ലിയർ സബ്മറൈനോ പാകിസ്ഥാന് കൊടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്നിട്ട് ചൈനീസ് സോൾജേഴ്സ് തന്നെ വന്നത് ഓപ്പറേറ്റ് ചെയ്യും, നേവി മെൻ തന്നെ വന്ന് ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ പേര് മുഴുക്ക പാകിസ്ഥാനായിരിക്കും. ഓപ്പറേറ്റ് ചെയ്യുന്നതും ചൈനയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർക്ക് പ്ലാനുണ്ട്. പിന്നെ തുർക്കിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പാകിസ്ഥാൻ്റെ കൂടെ ഇങ്ങനെ നടന്ന വല്ല ഡർട്ടി ബോംബ്
കിട്ടുമെങ്കിൽ അതിനാണ് അവർ നോക്കുന്നത്. പിന്നെ ഇന്ത്യക്കാരെ അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ തുർക്കിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ഓർത്തണം. നളന്ദ സർവകലാശാലയും വിക്രമശില സർവകലാശാലയും നശിപ്പിച്ചത് ബക്തിയാർ ഖാൽജി, നോട്ട് ഖിൽജി, ഖാൽജി എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ജനറലാണ്. നമ്മുടെ ആളുകളെല്ലാം മറന്നു പോകും. ടർക്കിഷ് ജനറലാണ് വന്നിത് കത്തിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവന്മാർ അമുസ്ലിങ്ങളായതുകൊണ്ട് ഇവന്മാർക്ക് ഇത്രയും വിവരം പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കത്തിച്ചിട്ട് 6 മാസമാണ് നിന്ന് കത്തിയത്. ഇത് ചെയ്തത് ടർക്കിയാണ്. ഇതെല്ലാം നമ്മുടെ ആളുകൾ മറന്ന്, ഇന്ത്യക്കാർ മറന്ന് ടർക്കിയെ കെട്ടിപ്പടുത്തും ടർക്കിയിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. എന്തൊക്കെ കുട്ടീശ്വരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ മറക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ടർക്കി ഇതിനകത്തുണ്ട്. ടർക്കി ഒരു വലിയ ടെക്നോളജിക്കൽ പവറൊന്നുമല്ല. അപ്പം പാകിസ്ഥാനിൽ ഈ ടർക്കിഷ് സോൾജേഴ്സ് ഉണ്ടായിരുന്നു, അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ടായിരുന്നു, ചൈനീസ് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം നമ്മുടെ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു. അവർക്കത് ഓപ്പണായിട്ട് പറയാമെന്ന് ഓർത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എന്തോ ചെയ്യായിരുന്നു എന്നുള്ള പ്രശ്നം വരും. അപ്പം അതുകൊണ്ട് ഈ ചൈന ഈസ് വെരി മച്ച് അഗ്രീവ്. അപ്പം അവരിങ്ങനെ ആം ചെയ്യാനായിട്ട് പാകിസ്ഥാന് അവർ തീരുമാനിച്ചിരിക്കണമെന്നാണ് അമേരിക്കയുടെ ഡിഫൻസ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടണിലാണ്. CIA ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ക്വിൻറ്റെസെൻഷ്യൽ എനിമിയായിട്ട് ഇന്ത്യയെ കാണുന്നു. അതുകൊണ്ട് ഇനി ഇതിനൊരു മറുപടി, ഈ സിന്ദൂറിന് ഒരു മറുപടി കൊടുത്തേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കാനായിട്ട് ചൈനയും പാകിസ്ഥാനും ദേ ആർ ഡൂയിങ് ഓൾ ദെയർ ട്രിക്സ് അപ്പ് ദെയർ സ്ലീവ്. അതൊരു സത്യമാണ്. പിന്നെ ഈ ചൈനയോടുള്ള നമ്മുടെ ഒരു പോളിസി, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഡെസിമിനേഷൻ ഓഫ് ഈ സിന്ദൂറിൻ്റെ എഫക്റ്റ് ഒന്നും US ജപ്പാനിലൊന്നും ആരും അറിയുന്നു. അതുപോലൊരു വിഷയമാണ് ഈ ചൈനയോടുള്ള നമ്മുടെ ഒരു സ്നേഹം. ഇങ്ങനെ ചൈന നമ്മുടെ എനിമിയാണെന്നൊക്കെ പറയാമെങ്കിൽ എന്തൊക്കെ പരിപാടികളാണ് ഈ ചൈനയായിട്ട് നമുക്കുള്ളത്, എത്ര ട്രേഡാണുള്ളത്. ഈ ചൈന മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരാം. വേറെ ഫാർമസ്യൂട്ടിക്കൽസ് വരെ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പം ഫാർമസ്യൂട്ടിക്കൽസ് വരെ അവിടുന്ന് ഡ്രഗ്സ് വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ചില ഡ്രഗ്സ്. പിന്നെ മറ്റേ മിനറൽ എസെൻഷ്യൽ മിനറൽസ് ഉണ്ടല്ലോ, റെയർ മിനറൽസ്, അത് ഇന്ത്യക്ക് ആവശ്യത്തിന് നമ്മുടെ കയ്യിലുണ്ട്. ചൈന ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഈ ചൈനയെ ഡൗൺ സൈസ് ചെയ്യേണ്ട. നമ്മൾ എന്തിനാണ് ഈ ചൈനയെ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ ചൈന ഉടൻ തന്നെ മൂക്കുകയറിടാൻ ആർമി നമ്മൾ അയക്കാനൊന്നും വേണ്ട, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചൈന ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്താണ് ചൈനയ്ക്കെതിരായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയും, ഈ ദലൈലാമ അദ്ദേഹം വളരെ വയസ്സായി, ഈസ് എ ലിറ്റിൽ ബിറ്റ് സെനൈൽ, ഹി കാൺ ഫങ്ഷൻ ബൈ ഹിംസെൽഫ് പ്രോപ്പർലി. അപ്പോൾ അദ്ദേഹത്തിന് എന്തുവാണെങ്കിലും സംഭവിക്കാം. ഈ ദലൈലാമ അവർക്കൊരു വലിയൊരു ആക്യുലസ് ഹീലാണ് ചൈനക്കാർക്ക്. ദലൈലാമയുടെ കാര്യം പറഞ്ഞാൽ ചൈന വയലൻ്റ് ആവും. നമ്മൾ അടുത്ത ദലൈലാമ അങ്ങ് പോസ്റ്റ് ചെയ്യുക. അവിടെ അരുണാചൽ പ്രദേശിൽ അവരുടെ ഇതുണ്ടല്ലോ, ആശ്രമമൊക്കെ ഉണ്ടല്ലോ. അരുണാചൽ പ്രദേശല്ലല്ലോ, മറ്റേ ധർമ്മശാലയിൽ അടുത്ത ആളിനെ എന്തിനാണ് നമ്മൾ ചൈനയുടെ അടുത്ത് എന്തിനാണ് വെയിറ്റ് ചെയ്യണം? ഈ ദ്രോഹം മുഴുക്ക ചെയ്തത് ഈ പാകിസ്ഥാനെ എംബോൾഡൻ ചെയ്യുന്നത് ഈ ചൈന എന്ന് പറഞ്ഞൊരു രാഷ്ട്രമാണ്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ടിബറ്റ് തർക്ക വിഷയമായ ഭൂമിയാണ്. നെഹ്റു പറഞ്ഞ തർക്കമൊന്നുമില്ല, നമ്മളത് റീകൺസിഡർ ചെയ്യുക. ടിബറ്റ് തർക്ക വിഷയമാണ്. അവർക്ക് പറയാം അരുണാചൽ പ്രദേശ് സൗത്ത് ടിബറ്റാണ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ അവർ പറയും ആസാമും ഞങ്ങളുടെയാണെന്ന് പറയും. എന്തുകൊണ്ട് ഇപ്പം കഴിഞ്ഞ മാസം അവർ കുറേ നമ്മുടെ അരുണാചൽ പ്രദേശിലുള്ള സ്ഥലമൊക്കെ ചൈനീസ് പേരാക്കി. അപ്പോൾ ഇവർ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യ നമ്മൾ ഗൗതമ ബുദ്ധൻ്റെ നാടാണ്, നമ്മൾ അശോക ചക്രവർത്തിയുടെ നാടാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം ടു പുട്ട് ആൻ എൻഡ് ടു ഫോർ ഓൾ ദീസ് തിങ്സ്. നമ്മൾ ഇസ്രായേലിനെ പോലെ തന്നെ നിൽക്കണം. അത്രയും നമ്മൾ
പിന്നെ എന്താ പറയുക അഗ്രസീവ് ആണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയേ പറ്റുള്ളൂ ഈ ചൈനയെ ഡീൽ ചെയ്യാൻ വേണ്ടി. ഒന്ന് ടിബറ്റ്, രണ്ട് ദലൈലാമ, പിന്നെ സിങ്യാങ് പ്രോവിൻസിൽ അവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തം എടുത്ത് ഇവന്മാർ ഇത് ചെയ്തിരിക്കുകയാണ്. ഗട്ടോയിൽ ജ്യൂസിനെ പണ്ട് ഗട്ടോയിൽ ഇട്ട പോലെ ഗട്ടോയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതൊരക്ഷരം 10-15 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ഒരക്ഷരം ലോകത്ത് ആരും മിണ്ടുന്നില്ല. എന്നിട്ട് ഇവർ മുസ്ലിംസിൻ്റെ പ്രൊട്ടക്ടേഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പം അത് നമ്മൾ റേക്കപ്പ് ചെയ്യണം. ഈ സിങ്യാങ് പ്രോവിൻസിൻ്റെ, ടിബറ്റ്, ദലൈലാമ, പിന്നെ ഈ ചൈനയുടെ ട്രേഡ് നമ്മൾ കുറേ കട്ട് ചെയ്യണം. ചൈന എന്തോ ചെയ്യും? ചൈനയ്ക്ക് ഇപ്പോൾ ഉടനെ ചെയ്യാൻ പോകുന്നത് ഒന്ന് പാകിസ്ഥാൻ ന്യൂക്ലിയർ സപ്ലൈയും കൊടുക്കും, അതല്ലെങ്കിലും കൊടുക്കും അവർ ന്യൂക്ലിയർ സപ്ലൈയും കൊടുക്കും. രണ്ട് ബ്രഹ്മപുത്ര റിവർ അവർ കൺട്രോൾ ചെയ്യാൻ നോക്കും. അതിന് നമ്മളപ്പം വരുമ്പം നമ്മൾ നോക്കാം. അങ്ങനെ പെട്ടെന്ന് കയറി നമ്മുടെ കിള്ളിയാറല്ല ബ്രഹ്മപുത്രയെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ, അവരങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഈ ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ ഒന്നും ചെയ്യില്ല. നേരത്തെ ഞാൻ ജക്കാളിൻ്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെയാണ് ഇന്ത്യ ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് നരേന്ദ്രമോദി വന്ന ശേഷം. എന്നാലും ചെമ്മീൻ ചാടിയ ചട്ടിയുടെ വക്ക് വരെ എന്നാണ് ചൈന വിചാരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ തിരുത്തി കുറിക്കണം. ചൈന ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. സാർ, ഈ മറ്റുള്ള രാഷ്ട്രങ്ങളെ കുറിച്ചുകൂടെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് USA ഒരു മാറ്റം, അല്ലെങ്കിൽ USA നമ്മുടെ ഒരു അഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ ചുരുക്കം മാത്രമേ. റഷ്യ അല്ല, USA ഇങ്ങനെ തന്നെ പോവും. വലിയൊരു ത്രെട്ട് നമുക്ക് നേരത്തെ ഈ ട്രംപ് വരുന്നവന് ഉള്ള മുമ്പുള്ള അത്രയും വലിയ ത്രെട്ട് വരില്ല. കാരണം അത് അമേരിക്കയുടെയും കൂടെ ഒരു ആവശ്യമാണ്. ഇന്ത്യ ഒരു ക്വിൻറ്റസെൻഷ്യൽ, നമ്മൾ നേരത്തെ പല ഇതിലും സൂചിപ്പിച്ചാന്ന്, അവർക്ക് ട്രേഡ് നടത്തിയേ പറ്റൂ, ഇവിടെ വേൾഡ് ഫാക്ടറി സ്ഥാപിച്ചേ പറ്റുള്ളൂ. ഇന്ത്യക്കും ഗുണമാണ്. അതുകൊണ്ട് അതൊരു വലിയൊരു അഡ്വൈസറി പോലും ആവില്ല. പിന്നെ ഈ ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് നമ്മൾ വലിയൊരു വെയിറ്റ് കൊടുക്കണ്ട. ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിസ, ഇന്ത്യൻ ഇൻഷുറൻസിനൊക്കെ തിരിച്ചയക്കുക, അത് ട്രംപ് ചെയ്തോട്ടെ. അവിടെ ആര് പഠിക്കണം, ആര് വരണം പോകണമെന്ന് തീരുമാനിക്കുന്നത് ട്രംപാണ്, അമേരിക്കയാണ്. അതിൽ നമുക്ക് വോയിസ് ഒന്നുമില്ല. അതൊന്നും ഇന്ത്യക്കാർക്ക് അഗൻസ്റ്റായിട്ടൊന്നുമില്ല, ചൈനക്കാർക്ക് അഗൻസ്റ്റായിട്ടുള്ളതാണ്. പിന്നെ പാകിസ്ഥാന് പൈസ കൊടുക്കുന്നത് അത് അവരുടെ ഒരു പോളിസിയുടെ ഒരു ഭാഗമാണ്, അല്ല പാകിസ്ഥാന് സ്നേഹമായിട്ടല്ല. എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയ്ക്കും ഈ പാകിസ്ഥാനെ വേറെ ചില കാര്യങ്ങളിൽ പേടിയുണ്ട്. ഈ പ്രധാനം ഇത് തന്നെയാണ്. ആ ഡർട്ടി ബോംബ്സൊക്കെ വല്ലതും എടുത്ത് കൊടുത്തു കളഞ്ഞാൽ അമേരിക്ക അവിടെ ന്യൂയോർക്കിൽ കൊണ്ടുവച്ചോളാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്യുന്നത്. ഇസ്രായേൽ ഒരു എക്സെപ്ഷനാണ്. ഇസ്രായേലിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ കൂടെയാണ് എന്നും. 1948 അവർ വന്നത്, ദേ കെയിം ഇൻടു എക്സിസ്റ്റൻസ്. അന്ന് തൊട്ട് അവർ ഇന്ത്യയുടെ കൂടെയാണ്. ഈ ഇസ്രായേലിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇസ്രായേലും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള സീക്രറ്റീവ് ആൻഡ് നോൺ സീക്രറ്റീവ് ആയിട്ടുള്ള അലയൻസും പ്രൊജക്ട്സും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്രായേലിനെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ലോകത്ത് ഒട്ടും വറി ചെയ്യേണ്ടാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ ഇന്ത്യയെ സംബന്ധിച്ചോളം. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം റിപ്പബ്ലിക്കാണ്. നമ്പർ 1 മുസ്ലിംസാണ് അവർ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് 2 മാസം മുമ്പാണ് ഇവിടെ, എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് ദിന സമയത്താണ് തോന്നുന്നു ഇവിടെ വന്നത്. ഇവിടെ വന്നൊരു ഉഗ്രൻ സ്പീച്ചൊക്കെ നടത്തിപ്പോയി. ഇന്തോനേഷ്യൻസ് ആരും ഇന്തോനേഷ്യയുടെ കാര്യം പലപ്പോഴും പറയാറില്ല. നമ്മുടെ നെയ്ബേഴ്സിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത്, അപ്പോൾ എല്ലാവരും ചോദിക്കുക അതങ്ങനെ ഇന്തോനേഷ്യ നെയ്ബറാണ്. ഇന്തോനേഷ്യ ആണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. നോട്ട് നേപ്പാൾ, നോട്ട് ബംഗ്ലാദേശ്, നോട്ട് ശ്രീലങ്ക, ഇന്തോനേഷ്യയാണ് നമ്മളോട്ട് സ്ട്രോങ് ആയിട്ട്, ഇസ്രായേലിൻ്റെ അത്ര ഇല്ലെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കും. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഹിന്ദു പാരമ്പര്യമാണുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദു നെയിംസ് ഉപയോഗിക്കുന്നത്. ഇപ്പം മേഘാവതി, സുകാർണോ എന്നല്ലേ അവിടുത്തെ പേരുകൾ. ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വന്നതാണ്, ഇന്ത്യ ഞങ്ങളുടെ ഒരു രാഷ്ട്രമാണ് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം റിപ്പബ്ലിക് ഇന്തോനേഷ്യ പറഞ്ഞു. ഇന്തോനേഷ്യ ഇന്ത്യയും തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റും ഭയങ്കര സ്നേഹമാണ്. ബംഗ്ലാദേശ് അതൊരു വലിയ തലവേദന തന്നെയാണ്. ബംഗ്ലാദേശിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിപ്പം തൽക്കാലം എനിക്ക് തോന്നുന്നു
അവിടുത്തെ മിലിറ്ററി ചീഫ് റഹ്മാൻ, ഉസ്മാൻ റഹ്മാൻ അങ്ങനെ തോന്നുന്നു പേര്, അദ്ദേഹത്തിൻ്റെ ലൈഫ് നമ്മൾ 2 പ്രാവശ്യം രക്ഷപ്പെടുത്തിയതാണ്, ഇന്ത്യൻ ഏജൻസീസ് വാൺ ചെയ്തത്. പിന്നെ അദ്ദേഹം നമ്മുടെ ഒരു പ്രോ ഇന്ത്യനായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹം ഭരണം പിടിച്ചെടുക്കും. കൂവൊന്നും അവിടെ ആവശ്യമില്ല, ഭരണം അങ്ങ് പിടിച്ചെടുക്കും, അപ്പൂപ്പൻ്റെ അടുത്ത് പൊക്കളം പറയും. അത് എനിക്ക് തോന്നുന്നു എനി ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇന്ത്യ ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ അദ്ദേഹം വന്ന ശേഷം ഉള്ള കാര്യങ്ങൾ പിന്നെ ഇന്ത്യ തീരുമാനിക്കും. ഇപ്പം ബംഗ്ലാദേശ് അതെ ഇലക്ഷനിൽ മറ്റേ BNP ജയിക്കുമായിരിക്കാം, പക്ഷേ എന്നും പറഞ്ഞ് ഇന്ത്യ സമ്മതിക്കില്ല. അവാമി പിന്നെ ഹസീനയുടെ പാർട്ടിയെ ഡിബാർ ചെയ്യാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. അത് ഇയാൾ വന്ന് മിലിറ്ററി ചീഫ് ചാർജ് എടുത്ത ശേഷം അയോഗ്യത മാറ്റും. മാറ്റിയിട്ട് ഹസീനയുടെ പാർട്ടിയും മത്സരിക്കും. ഇനി ഹസീനയുടെ ബന്ധുവാണല്ലോ ബംഗ്ലാദേശ് മിലിറ്ററി ചീഫ്. അയാൾ വലിയൊരു കുഴപ്പക്കാരനല്ല ഇതുവരെ. പക്ഷെ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ISI ഏജൻസും ഫണ്ടമെൻ്റലിസ്റ്റും ഉണ്ട്. അത് നമുക്ക് വലിയൊരു തലവേദനയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഏകദേശം 1 കോടി ഇവർ കിടക്കുകയാണ് ബംഗ്ലാദേശി അഭയാർത്ഥികൾ. അവരെല്ലാം തിരിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കും. സൗദിയുടെ കാര്യം ചോദിച്ച് നന്നായി. നമ്മളിപ്പോൾ ശശി തരൂർ സാറ് പുറത്ത് പോയപ്പം ഡെസമിനേഷൻ ഇല്ല, നമ്മളാരും കവർ ചെയ്തില്ല. അൽ അറേബ്യ എന്ന് പറഞ്ഞൊരു നമ്പർ 1 ചാനലുണ്ട്. അവർ കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ ഇതെല്ലാം കൂടെ എടുത്ത് അങ്ങ് അവിടെ ചെന്ന് കോംപ്ലീറ്റ് കവർ ചെയ്ത് സൗദിയിൽ ഭയങ്കര കവറേജ് കൊടുത്തു. സൗദി മുഹമ്മദ് ബിൻ സൽമാൻ MBS അദ്ദേഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, അതിന് ശേഷം നമുക്കറിഞ്ഞൂടാ ഒന്നും, അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയായിട്ട് ഭയങ്കര സ്നേഹബന്ധമാണ്. അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുള്ള ആളാണ്. ഇതുവരെ അറബ് ലീഡേഴ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി ഞാൻ അത്രയും പറയില്ല, അത്രയും ഡൈനാമിക് ഒന്നും. ഇദ്ദേഹം ഭയങ്കര ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഈസ് എ വെരി ഗുഡ് ഫെലോ, ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. നമുക്ക് ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ പോലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹമായിട്ടുണ്ട്. ആസ് ലോങ് ആസ് ഈസ് ദെയർ, ഇന്ത്യ ഹാസ് നത്തിങ് ടു വറി അബൌട്ട്. യൂറോപ്യൻ യൂണിയൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ജർമ്മനി ഭയങ്കര കുഴപ്പമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഇപ്പം നമ്മൾ ആരോവില്ല ഉണ്ടല്ലോ, ആരോവില്ല ആശ്രമം പോണ്ടിച്ചേരിയിൽ, അവിടുത്തെ ചീഫിനെ നമ്മൾ തട്ടി പൊയ്ക്കോളാൻ പറഞ്ഞു. അയാൾക്ക് 56, അയാൾ ഒരു നിലവിളിയും ഓട്ടവും പ്രശ്നമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഞാൻ എവിടെ പോകും, എനിക്ക് അവിടെ പോയാൽ മെഡിക്കൽ രക്ഷയില്ല, എന്നെ എന്തിനാണ് ഇത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അതൊക്കെ ചുമ്മാ നമ്മൾ 86 വയസ്സായ ഒരു മനുഷ്യൻ്റെ അടുത്ത് കൊള്ളാം, ഇവർ മിടുക്കനാണ്, പക്ഷെ ഇത്രയും മിടുക്ക് ഇന്ത്യയിൽ ആവശ്യമില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് 86 വയസ്സിൽ നോട്ടീസ് സർവ് ചെയ്തിരിക്കുകയാണ്. അയാൾ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് എന്തെന്നോ നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജിയോ എന്തോ സ്പൈയിങ് എന്തോ അദ്ദേഹം ചെയ്തെന്നല്ല, അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ എന്തോ നടന്നു, നമുക്കറിഞ്ഞൂടാ എന്തോ നടന്നു. ഈ ജർമ്മനി നമ്മുടെ ഡെലിഗേഷനൊക്കെ കൂടെ ചെന്നല്ലോ, അവർ ഭയങ്കര ദേ ഷോഡ് കോൾഡ് ഷോൾഡർ. അവർ ഒന്നും മൈൻഡ് ചെയ്തില്ല നമ്മളെ വലുതായിട്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റഷ്യയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഓയിൽ വാങ്ങിച്ചു. അതുകൊണ്ട് ജർമ്മൻസിന് എന്താണെന്ന് വെച്ചാൽ ജർമ്മൻസ് പൊതുവേ ഇന്ത്യയോട് ഹിറ്റ്ലറുടെ കാലത്ത് പോലും ഇന്ത്യയായിട്ട് സ്നേഹത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡൻ്റൊന്നും ഇന്ത്യയോട് അത്ര താല്പര്യമില്ല. അത് അവിടെ നിൽക്കും. നമുക്ക് ജർമ്മനി നമ്മളെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഫ്രാൻസുമായിട്ട് ചെറിയൊരു പ്രോബ്ലം നമുക്കിപ്പോൾ ഉണ്ട്. റഫേലൊക്കെ നമ്മൾ വാങ്ങിച്ചെങ്കിലും ഇവരൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. സോഴ്സ് കോഡ് തരാൻ പറ്റില്ല എന്നാണ് റഫേലിൻ്റെ. അപ്പം നമുക്ക് സോഴ്സ് കോഡ് തന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഹലോ ഇനി ഇത് സാധനം ലിഫ്റ്റ് ആവുന്നില്ല, പോകുന്നില്ല, എന്താ ചെയ്യണം ഇനി അടുത്തത് എന്ന് നമ്മൾ ഫ്രാൻസിൽ വിളിച്ചു ചോദിക്കണം. അല്ലെങ്കിൽ ഫ്രഞ്ച് വിദഗ്ധന്മാരിവിടെ വേണം. അതൊരു സുഖമുള്ള ഏർപ്പാട്. അതുകൊണ്ടാണ് ഈ ആത്മനിർഭരം കൊണ്ടുവന്നത്. ഈ ഫ്രാൻസ് പിന്നെ സോഴ്സ് കോഡ് നമുക്ക് തരുന്നില്ല. അപ്പോൾ അത് നമ്മളൊരു ചെറിയ ബുദ്ധിമുട്ടിലാണ്. ഈ F-16 അമേരിക്കൻ വെപ്പൺസ് വാങ്ങിച്ചാലുള്ള കുഴപ്പങ്ങൾ തന്നെ എല്ലാവരും വിട്ടു തരില്ല. അപ്പം അതിലിങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് Su-57 റഷ്യയുടെ ലേറ്റസ്റ്റ് 5th ജനറേഷൻ ഫൈറ്റർ
അത് 50 എണ്ണം വാങ്ങാനോ മറ്റോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഓർഡറായി. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഇദ്ദേഹം വരെയാണ് ലവ്റോവ്, അദ്ദേഹത്തെ വിദേശകാര്യമന്ത്രി, ഓഗസ്റ്റിൽ പുടിനിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നോളും. പിന്നെ ഇംഗ്ലണ്ട് എനിക്ക് തോന്നുന്നില്ല അവരുടെ ആ പഴയ പരിപാടി, ഇപ്പോൾ ഈ BBC ഇവരുമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവർ നമ്മളോട് അത്ര താല്പര്യം, നമ്മൾ നന്നാവണമെന്ന് അവർക്ക് ഇഷ്ടമല്ല ബ്രിട്ടീഷ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പഴയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിനകത്ത് നെതർലാൻഡ്സ്, പോളണ്ട് ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രങ്ങളുണ്ട്. അവരുമായിട്ട് നമുക്ക് ഇന്ത്യക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പോളണ്ട് ഒരു റൈസിങ് പവറാണ്. പോളണ്ട്, നെതർലാൻഡ്സ് അവരുമായിട്ടും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രാൻസുമായിട്ടും പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സോഴ്സ് കോഡ് തന്നില്ല, നമ്മൾ അവരുടെ ഫ്ലൈറ്റ് വാങ്ങിച്ചില്ല, ജെറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റ്, എല്ലാം ബിസിനസ്സാണല്ലോ, അങ്ങനെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. സർ, ഞാൻ റഷ്യയെക്കുറിച്ച് കൂടി ചോദിച്ചിട്ട് നമുക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഫോമർ പ്രസിഡന്റ് മെഹ്ദേവ് ഒരു 3rd വേൾഡ് വാർ എന്നൊരു കോൺസെപ്റ്റിൽ ഒരു സംസാരമൊക്കെ നടത്തുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അതൊരു പാരഡൈം ഷിഫ്റ്റ് പോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് റഷ്യ ഇന്ത്യ ബന്ധം വളരെ റിജിഡ് ആൻഡ് പോസിറ്റീവ് കൂടിയാണ് സാധ്യത. ഈ റഷ്യയുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പം ഇത്തിരി പറയേണ്ടി വരും. അത് പറഞ്ഞില്ലെങ്കിൽ ചുമ്മാ റഷ്യ എന്ന് പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. പലർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ റഷ്യ 15th സെഞ്ച്വറിയിലാണ് റഷ്യൻ കൺസെപ്റ്റൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഈ റോമൻ സാമ്രാജ്യമൊക്കെ ഉണ്ടായിരുന്നപ്പം അവർ പല പല സ്ഥലത്ത് പല രാജ്യങ്ങളുടെ കീഴിലൊക്കെ ആയിരുന്നു. 15th സെഞ്ച്വറി തൊട്ടാണ് റഷ്യ, റസ് എന്നാണ് അവരുടെ പഴയ പേര്, റസ്, തുഴച്ചിൽക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഈ റഷ്യ ഈ ബ്രിട്ടീഷുകാർക്കും ഈ ജർമ്മൻസിനും ഈ ലോകത്തിൽ വേറെ ആരും റഷ്യയായിട്ട് അടുത്താലും ഇവർക്കെന്താ ഈ DNA അടങ്ങിയിരിക്കുക. ഈ റഷ്യക്കാരെ ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ബേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോമൻ എംപയർ നമ്മൾ കേട്ടിട്ടുള്ള റോമൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 5 ശക്തികൾ, 5 പവേഴ്സ് ഒരുമിച്ച് ചേർന്ന എത്ര പവറായി, അതായിരുന്നു റോം. ഭയങ്കര പവറായിരുന്നു. ഈ റോം ഇരിക്കുമ്പോൾ പിന്നെ വെസ്റ്റേൺ റോമൻ എംപയറും പിന്നെ ബൈസാൻറ്റൈൻ റോമൻ എംപയറും ഉണ്ടായി. അപ്പോൾ ഈ റോമൻസ് ഇരിക്കുമ്പോൾ ഈ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലമില്ല. അങ്ങനെ ഒരു രാജ്യം ഇപ്പം ഇല്ല. 1000 yearsആണ് അവർ ലോകം ഭരിച്ചത്. ഈ റോമിനെ കിടിക്കിയ ജനതകളുണ്ട്, സിവിലൈസേഷൻ. അതിൽ ഒന്ന് ഈ എല്ലാം ഈസ്റ്റേൺ ആണ്. റോമിൽ നിന്ന് ഈസ്റ്റേൺ, പാർത്തിയൻസ്, ഇറാനിയൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ് പാർത്തിയൻസ് റോമിന് നല്ല പണി കൊടുത്തു, തോപ്പിക്കുകയും ചെയ്തു. സെസ്ഡീനിയൻസ് എന്ന് പറഞ്ഞാൽ അതും ബാഗ്ദാദിൻ്റെ അടുത്തൊക്കെ എല്ലാം ഈസ്റ്റേൺ ആണ്. പിന്നെ റോമിൻ്റെ എംപറർ, അത് വേൾഡ് ഹിസ്റ്ററി തന്നെയല്ലേ, ഒരു എംപററിനെ അവർ പിടിച്ചു കെട്ടി 395 BC. അപ്പോൾ ഈ റോമിന് പിന്നെ ഉള്ളത് പിന്നെ കുട്ടികളെ റോമിൽ അമ്മമാർ ഉറങ്ങിയില്ലെങ്കിൽ പറയും, ദാ ഇപ്പം അയാൾ വരും, എൻ്റെ അറ്റില വരും എന്ന് പറഞ്ഞ ഈ അറ്റില എന്ന് പറഞ്ഞാൽ ഹൺസിൻ്റെ ചീഫായിരുന്നു. ഈ ഹൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലും ഒരു ആക്രമണത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹൺസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു സിവിലൈസേഷനായിരുന്നു. ഈ ഹൺസൊക്കെ കംപ്ലീറ്റ് ഈസ്റ്റാണ്, ബൾഗേറിയ ആ സൈഡിൽ നിന്നുള്ള ഇതാണ്. അപ്പോൾ ഈ രക്തത്തിൽ തന്നെ ഈ റോമൻസ് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയും ഈ ഫ്രാൻസും ഈ ജർമ്മനിയും എല്ലാം റോമിലുണ്ടായിരുന്നതാണ്. ഈ ജർമാനിക് ട്രൈബും എല്ലാം കൂടെ ചേർന്നാണ് റോം. ഈ റോമൻസിന് ഈ ഈസ്റ്റിൽ നിന്ന് വന്നവന്മാരെല്ലാം ബാർബേറിയൻസ് എന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത്. ആ ചിന്തയാണ് ഇപ്പോഴും. സ്ലാവ് വംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ റഷ്യൻസ് എല്ലാം ഈ സ്ലാവാണ്, അതുകൊണ്ട് ഇവന്മാർ ശരിയല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ വെസ്റ്റിലുള്ളത്. അത് ഈ ജർമ്മൻസിനും ഈ ബ്രിട്ടീഷുകാർക്കും പിന്നെ ഇവിടെ ബ്രിട്ടനിൽ നിന്ന് പോയതാണല്ലോ USA, ഇവർക്കും എല്ലാം അത് പകർന്നു കിട്ടിയിട്ടുണ്ട്. എന്താണ് റഷ്യ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതെ, അവന്മാർ ശരിയല്ല. അത് കാര്യം പറഞ്ഞാൽ ഇത് പണ്ടേ ഉള്ളതാണ്. റോമൻ ഭരണകാലത്തെ ഈ അന്ന് റഷ്യ ഇല്ല. പക്ഷെ അവന്മാരുടെ അന്നത്തെ ഈ അട്ടിലയുടെയൊക്കെ വംശത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ സ്ലാവ്. പിന്നെ ഈ DNA വ്യത്യാസമുണ്ട്. പിന്നെ അവർക്ക് റഷ്യൻസിന് ഡാർക്ക് ഹെയറും പിന്നെ ബ്ലൂ ഐസ് കുറവാണ്. പുട്ടിന് ബ്ലൂ ഐസ് ഉണ്ടെങ്കിലും ഡാർക്ക് ഹെയറാണ്. പിന്നെ ഒരു വ്യത്യാസമുണ്ട് മറ്റവരുമായിട്ട്. അപ്പം ഈ നേരത്തെ അവർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർ ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കമ്മ്യൂണിസം പോയി അവർ മര്യാദയ്ക്ക് റഷ്യക്കാർ ജീവിച്ചു പോകുമ്പോൾ അതിനും അവർ സമ്മതിക്കില്ല. ഈ വെസ്റ്റ് സമ്മതിക്കില്ല. ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഈ റഷ്യയായിട്ട് സൗഹാർദ്ദത്തിൽ പോകാനാണ് അദ്ദേഹം നോക്കുന്നത്, ബിസിനസ്. പക്ഷേ ഈ ബ്രിട്ടൻ സമ്മതിക്കില്ല. ബ്രിട്ടനും ഈ ജർമ്മനിയൊക്കെ ഒരുപാട് പോക്കൃത്തനങ്ങൾ, ഹുളിഗനിസം ഈ റഷ്യൻസിനോട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അതിൻ്റെ കഴിഞ്ഞ മാസമൊക്കെ ചെയ്തു. നമ്മുടെ മീഡിയ ഒന്നും അധികം റിപ്പോർട്ട് ചെയ്യാതെ ഒരു ഭയങ്കര ഒരു സംഭവം റഷ്യയിലുണ്ടായി. ഇപ്പോൾ ഇയാൾ ചോദിച്ച മഹദേവ് എന്തുകൊണ്ടാണ് തേർഡ് വേൾഡ് വാറെന്ന്, പിന്നെ എന്തോ ചെയ്യും? ആ ഒരു സംഭവം ഇന്ത്യയിലാണ് ഉണ്ടായെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ അധികാരികളെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അതായത് പുടിൻ ഹെലികോപ്റ്റർ കയറി മെയ് 20 കർസ്ക് റീജിയനിലേക്ക് പോയി. 40 ഡ്രോൺ ഉക്രൈൻ അയച്ച് ഹെലികോപ്റ്ററിനെ ഡൗൺ ചെയ്യാൻ നോക്കി. റഷ്യക്കാർ ടെക്നോളജിക്കലി അത്ര സുപ്പീരിയർ ആയതുകൊണ്ട് അവർക്ക് സംശയം ഉണ്ടായെന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയങ്കര പ്രയാസപ്പെട്ട്. അപ്പോൾ പുട്ടിനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ല. അത് പുട്ടിനെ പോയിസൺ ചെയ്യാനും കൊലപ്പെടുത്താനും ഒക്കെ ഒരുപാട് നാളുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ഈ അതിൻ്റെ ലീഡർ ഈ ബ്രിട്ടനാണ് എന്നും. അപ്പം ഇവന്മാർ ഉക്രൈനെ അയക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇവന്മാരവിടെ പോയി ഉക്രൈൻ്റെ യൂണിഫോം ഇട്ടിട്ട് യുവമാരയച്ചാണ്. ഇങ്ങേരവിടെ വരുന്നെന്ന് എങ്ങനെ മനസ്സിലായി? നമ്മുടെ ലീഡറുടെ, ഇന്ത്യൻ ലീഡറിൻ്റെ ഇവിടുത്തെ മെയിൻ ആൾ പറക്കുന്ന എയർക്രാഫ്റ്റ് നേരെ ചൈന മിസൈൽ അയക്കുക, ഡ്രോൺ അയക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ മിസൈൽ അയച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് തിരിച്ച്? അതാണ് പുടിൻ അതിഭയങ്കരമായിട്ട് ഉക്രൈനെ ഇപ്പം ആക്രമിച്ചത്. അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് ഈസ് ക്രേസി. അങ്ങനെ ക്രേസി എന്നേ പറഞ്ഞുള്ളൂ. ക്രേസിയും നമ്മളെ മീഡിയ എഴുതുന്നത് അയാൾ വട്ടാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ് ഫെലോ ഡൂയിങ്, ലോട്ട് ഓഫ് പീപ്പിൾ ഡൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ക്രേസി എന്ന് പറഞ്ഞാൽ ലുണാറ്റിക് എന്നല്ല, ലുണാറ്റിക്കാണ് വട്ട്. അത് ട്രംപ് അതുപോലും സൂക്ഷിച്ചാണ് പറഞ്ഞത്. അപ്പം പിന്നെ എന്തോ ചെയ്യണം പുടിൻ? അപ്പോൾ പുടിൻ തകർക്കുകയാണ്. അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അയാൾ നിർത്തും. ഒരു തേർഡ് വേൾഡ് വാറും ഉണ്ടാവില്ല. അത് തിരിച്ചു വരട്ടിയതാണ്. ഇത് ചെയ്യണം മുഴുക്കെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം കൂടെ ചേർന്ന് റഷ്യക്കെതിരായിട്ട് ചെയ്യുന്നതാണ്. ഈ EU-ന് അവിടെ വെള്ളം കുടിച്ച് കിടക്കുന്ന ഈ ഹീറ്റിംഗ് സിസ്റ്റം, ഇത് എല്ലാം പോകുന്നത് റഷ്യ എന്നുള്ള എനർജിയാണ്. റഷ്യന് $26 ബില്യൺ സാധനമാണ് ഇവന്മാർ ഇത് വാങ്ങുന്നത്, എനർജി. അത് കട്ട് ചെയ്താൽ തന്നെ, ഗ്യാസ് കട്ട് ചെയ്താൽ തന്നെ EU വെട്ടിലാവും. റഷ്യ ഇന്ത്യയായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ നേരത്തെ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അമേരിക്ക USA യൂസ് ടു ഫ്രൗൺ അറ്റ് ഇന്ത്യ ഫോർ ദ ക്ലോസ് ടൈസ് വിത്ത് റഷ്യ. ഇനിയിപ്പം ഈ പാകിസ്ഥാൻ്റെ ഇത് കഴിഞ്ഞപ്പം നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പം നമുക്ക് വേറെ നിവൃത്തിയില്ല. നിങ്ങൾ സോഴ്സ് കോഡും തരില്ല, നിങ്ങൾ മറ്റേ രഹസ്യങ്ങളൊന്നും തരില്ല, ഭയങ്കര വിലയും. ഞങ്ങൾ റഷ്യയോട് അടുക്കുന്നത്, നിങ്ങൾക്ക് എഗൻസ്റ്റ് അല്ലല്ലോ റഷ്യയായിട്ട് അടുക്കുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു ബോണോമിയുണ്ട്, ഒരു ബോണ്ടേജ് ഉണ്ട്. അത് ഏജ് ഓൾഡ് ബോണോമിയാണ്. അത് ഇങ്ങനെ തന്നെ പോകും. റഷ്യ നമ്മുടെ ബെസ്റ്റ് പാർട്ട്ണറായിരിക്കും. ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റിൽ പുടിൻ വരുമ്പോൾ ഭയങ്കരമായ അവരുടെ ഒരു സിർക്കോൺ എന്ന് പറഞ്ഞൊരു ആ മിസൈലിനെ ബീറ്റ് ചെയ്യാൻ USA-ക്ക് പോലും വേറെ മിസൈലില്ലാന്നാണ്. 9 Mach സ്പീഡിലാണ് പോകുന്നത് സിർക്കോൺ. ആ സിർക്കോൺ മിസൈൽ നമ്മൾ നോട്ടോ ഇട്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സിർക്കോൺ നമുക്കിവിടെ ചൈനയെ നോട്ടോ, പാകിസ്ഥാനെ ചെയ്യാനൊന്നുമില്ല. അപ്പം S-500 ഇവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ഡീല് വരുന്നു. പിന്നെ നമുക്ക് ന്യൂക്ലിയർ സബ്മറൈൻസ് കൂടുതൽ ഇപ്പം തന്നെ 1-2 റഷ്യൻ ടെക്നോളജിയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വളരെ ചെറിയ റിയാക്ടർ, മിനിയേച്ചർ റിയാക്ടർ ഫിറ്റ് ചെയ്യുന്ന സബ്മറൈൻ അതാണ്. അപ്പോൾ റഷ്യ നമുക്ക് എന്തും തരാൻ, സോഴ്സ് കോഡോ എന്ത് ടെക്നോളജി ട്രാൻസ്ഫറോ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ഉത്തമ സുഹൃത്ത് തന്നെയാണ് റഷ്യ. അടുത്ത ഒരു 5 വർഷത്തേക്ക് പുടിൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു.
തീർച്ചയായിട്ടും എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ലോകക്രമത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റു രാഷ്ട്രങ്ങളോടുള്ള നയമാറ്റങ്ങൾ അല്ലെങ്കിൽ നയരൂപീകരണത്തിന്റെ ഘട്ടമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഈ ചർച്ചയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. വന്ദേ മാതരം.